ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ സിമ്പിളും ടേസ്റ്റിയും ആയിട്ട് എങ്ങനെയാണ് കൊഴക്കട്ട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ഒരു സബോള ചെറുതായി അരിഞ്ഞു വെച്ചതും 3 പച്ചമുളകും അരിഞ്ഞു വെക്കുക കേട്ടോ. ഒരു കടായി അടുപ്പത്തിലോട്ട് വെച്ച് അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിന് ശേഷം 1 സ്പൂൺ കടുകും 1 സ്പൂൺ ജീരകവും 2 സ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് കേട്ടോ. നന്നായി അങ്ങ് വഴറ്റുക. കടലപ്പരിപ്പ് ബ്രൗൺ കളർ ആവണം കേട്ടോ. പിന്നെ അതിലോട്ട് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിട്ടുള്ള സബോളയും പച്ചമുളകും ഇതിനോടൊപ്പം ചേർത്തിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്ന വരയ്ക്കും നന്നായി വഴറ്റി കൊടുക്കണം കേട്ടോ. ഇത് വഴറ്റാൻ വേണ്ടിയിട്ട് ഈ ഉള്ളിക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ ചേർക്കുന്നത് 2 മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുള്ള പുഴുങ്ങലരി അരച്ചെടുത്തതാണ് കേട്ടോ. ഈ മാവിനുള്ള ഉപ്പ് നമ്മൾ ആദ്യമേ ചേർത്തിട്ടുള്ളതാണ്. ഈ ഉള്ളിയോടൊപ്പം ചേർത്തിട്ട് തന്നെ നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അടുക്കി പിടിക്കാതെ നോക്കണം, നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കണമേ. അതിനോടൊപ്പം നമ്മൾ ഫ്രഷ് ആയിട്ട് ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ചേർക്കുകയാണ്. തേങ്ങ ലേശം കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അത് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുത്ത ശേഷം നമ്മളിത് ആവിയിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കേണ്ടത്. അതിന് വേണ്ടി ഇഡ്ഡലി പാത്രം അടുപ്പത്തോട്ട് വെച്ച് അതിൽ വെള്ളം ഒഴിച്ച് നമ്മൾ ഇഡ്ഡലി തട്ടിലോട്ട് ലേശം എണ്ണ കയ്യിൽ പരത്തണം കേട്ടോ. എന്നിട്ട് വേണം ഈ മാവ് എടുക്കാൻ, ഇല്ലെങ്കിൽ ലേശം ഒട്ടിപ്പിടിക്കുകയെ. നന്നായിട്ട് കുഴക്കട്ട രൂപത്തിലാക്കി ഇങ്ങനെ പിടിച്ച് വെക്കണം കേട്ടോ. നമ്മൾ എല്ലാ കുഴക്കട്ട മാവിനെയും അതിനെങ്ങനെ പിടിച്ച് കുഴക്കട്ട രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അടുപ്പത്തിൽ വെച്ചിട്ടുള്ള ആ വെള്ളത്തിനെ ആ പാത്രത്തിലോട്ട് നമ്മൾ എടുത്ത് വെക്കാം. എടുത്ത് വെച്ച് 2 തട്ട് ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റോളം നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇത് 5 മിനിറ്റ് നന്നായി അടച്ച് വേവിച്ച ശേഷം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. കുഴക്കട്ട നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും ഇത് കൊടുക്കാവുന്നതാണ് കേട്ടോ.